ഹലോ ഗൈസ്, പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു 1 ഇയർ കൂടുതൽ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. അപ്പൊ അതിന്റെ റീസൺ നിങ്ങളോട് ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നു. അതാണ് ബ്രേക്ക് എടുക്കാനുള്ള കാരണം ആ സമയത്ത് ഹെൽത്ത് പരമായിട്ട് കൊച്ചിന് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എഡിറ്റിംഗും എല്ലാം കൊച്ചുമോള് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു ബ്രേക്ക്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ, നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പറ്റിയില്ല. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ആളുടെ പുതിയൊരു വിശേഷമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വ്ലോഗ് ആക്കാം. അങ്ങനെ ഇപ്പം അപ്പൊ ആളെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് 2 ആമ്പിളരായതുകൊണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചത് ഒരു മോളെ കിട്ടണമെന്നൊക്കെ. പക്ഷെ കുറെ പേര് ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴൊക്കെ പഴയ നമ്മുടെ അമ്മാമ്മമാരൊക്കെ പറയല്ലോ മുഖം കണ്ടിട്ട് ആൺകുട്ടിയാണ് എന്നൊക്കെ. അപ്പൊ ഈ കൊച്ചിന്റെ മുഖം കണ്ടപ്പോഴും ഞങ്ങളൊക്കെ വിചാരിച്ചു പൊതുവെ ഇച്ചിരി ഐശ്വര്യക്കുറവ്, പിന്നെ ആൺപിള്ളേരുടെ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞിരുന്നു. ആണ് മയമായല്ല. പക്ഷെ പ്രസവിച്ചപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു മോളെയാണ് കിട്ടിയത്. അങ്ങനെ വലിയ സന്തോഷം തന്നെയാണ്. ആള് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന, കുഴപ്പമൊന്നും ഇല്ല. ഇപ്പൊ 5 മാസമായല്ലേ? ഇപ്പൊ 5 മാസം കഴിഞ്ഞായി. അപ്പൊ അങ്ങനെ ആള് ഇരിക്കുന്ന ആളെ കാണിച്ചൊക്കെ തരാം. പിന്നെ ആളുടെ പേരൊക്കെ പറഞ്ഞോട്. അവരുടെ പേര് അസായൽ ആർ ദുവെ എന്നാണ്. നമ്മൾ ദുവെ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. കുട്ടിയെന്ന് വീട്ടിൽ വിളിക്കും. അസായൽ ആർ ദുവ ഞങ്ങളിട്ട പേരാട്ടോ. അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. ഞങ്ങൾക്ക് പെങ്കൊച്ചാണെങ്കിൽ ഓൾറെഡി ഞങ്ങൾ സെലക്ട് ചെയ്ത പേരാ. പക്ഷെ നമുക്ക് അത് കിട്ടാത്തത് കൊണ്ട് പിന്നെ ഇയാളോട് ചോദിച്ചപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ ആ പേരിട്ട്. അപ്പൊ ഈ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഈ പേര് ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ആള് അകത്ത് കിടത്തിയിട്ടാണ് ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാനായിട്ട് വെളിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആള് എടുത്തോണ്ട് വരാം കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുട്ടി. ഇയാള് വന്നതുകൊണ്ട് നമ്മളൊക്കെ ബ്രേക്ക് ഒക്കെ എടുക്കേണ്ടി വന്നത്. ഇനിയുള്ള വീഡിയോയിലൊക്കെ ഇയാള് ആക്റ്റീവ് ആകും. കണ്ടില്ലേ അങ്ങനെ കരച്ചിൽ കുട്ടിയാ, അടങ്ങിയിരിക്കത്തില്ല. ചട്ടമ്പി ഒരു ഹായ് പറഞ്ഞേ. ഇയാൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നാളും ബ്രേക്ക് എടുത്തത്. അപ്പൊ ഈ ഒരു വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഓരോ ഇതുകൊണ്ട് നടന്നില്ല. അതിന് മുമ്പേ ചെയ്യണമെന്ന് വിചാരിച്ചത്, ഡെലിവറി കഴിഞ്ഞ സമയത്ത് ചെയ്യണം. പക്ഷെ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഇതൊക്കെ വാവ നമ്മുടെ കയ്യാണ്ട് ഇരിക്കുന്നില്ല. ഭയങ്കര കരച്ചില്ല. അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. ആളിനെ എപ്പോഴും എടുത്തോണ്ട് നടക്കണം. അങ്ങനെ ഭയങ്കര കരച്ചില്ല. അപ്പൊ പിന്നെ അച്ഛൻ്റെ അടുത്തുണ്ടാക്കി. അച്ഛനും അപ്പാപ്പനും മോളും കൂടി ഇരിക്കുന്നു. അപ്പാപ്പനോട് ഭയങ്കര കാര്യം കേട്ടോ. അപ്പാപ്പന് ഭയങ്കര സ്നേഹം. അപ്പാപ്പനും അതിന്റെ അപ്പുറത്തെ സ്നേഹമാണ്. മോളെന്ന് പറഞ്ഞാൽ ചാകും. ഭയങ്കര സ്നേഹം. അതിപ്പോ നമ്മുടെ ഫാമിലി ഇപ്പൊ ഒരു പെങ്കൊച്ചല്ലേ വന്നോളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഭയങ്കര കൊച്ചുമോളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ആമക്കളെക്കാട്ടിലും അപ്പാപ്പന് പെമ്പിള്ളാരോടൊന്നും ഭയങ്കര ഇഷ്ടം, ഭയങ്കര കാര്യം. അതിൽ അപ്പാപ്പൻ ചെന്നെടുക്കാൻ ചെന്നാലും അയാൾ ചാടി എന്ന് ചെയ്യും. ഭയങ്കര സ്നേഹം. പക്ഷെ എന്റെ അടുത്ത ആള് വലിയ ഇതില്ല. അങ്ങനെ ഞാനങ്ങനെ എപ്പോഴും കാണുന്നതും ഇല്ല. എടുത്താലും ഇച്ചിരി പിണക്കവ. അങ്ങനെ ഇപ്പൊ ആളെന്തായാലും അവിടെ കൊണ്ടാക്കി ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ എല്ലാരും പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്ലോഗ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിയല്ലോ, അപ്പൊ കിട്ടുന്നില്ല. എന്ത് മെസ്സഞ്ചറിലും അല്ലാതെ പേഴ്സണലി മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താ വീഡിയോ കിട്ടുന്നില്ലല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇയാളെ ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണമല്ല. അപ്പൊ ഒരു വ്ലോഗായിട്ട് തന്നെ ചെയ്യാന്ന് വെച്ച് അങ്ങനെ നമ്മൾ പിന്നെ എല്ലാവരോടും അപ്പൊ മെസ്സേജ് ഇട്ടവർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് അത്യാവശ്യം അതൊക്കെ കൊണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമന്റ് ചെയ്യണം. നമ്മളോട് എന്തുണ്ടല്ലോ ഓപ്പണായിട്ട് ചോദിക്കാം, പറയാം. അപ്പൊ എന്തുണ്ടല്ലോ നിങ്ങൾ പറയണം. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട്. അപ്പൊ ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.